ചിലർക്കൊക്കെ ആബ്സല്യൂട്ട്ലി ഇതൊരു കംപ്ലീറ്റ്ലി ഡ്രൈ മിക്സ്ചർ ലെവലാണ് ഇഷ്ടം. മറ്റു ചിലർക്കാണെങ്കിലോ കുറച്ച് ഡ്രൈ പക്ഷെ അതിൻ്റെ ഇടക്കൂടെ സംതിങ് സോഫ്റ്റ് ആൻഡ് ക്രഞ്ചും കൂടെ ആണെങ്കിൽ കൊള്ളാം എന്ന അഭിപ്രായക്കാരാണ്. ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ രണ്ട് കൂട്ടരിക്കും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആൻഡ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 100 grams ഓഫ് ഉണക്കയിറച്ചിയാണ്. അതിന് 2 മീഡിയം സൈസ് സവാള, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം ആൻഡ് ഒരു 6 to 8 വെളുത്തുള്ളി എറിഞ്ഞപ്പോൾ ഒത്തില്ല, എന്നിട്ട് വെച്ച് പിടിക്കുകയും ചെയ്തത്. 2 പച്ചമുളക്. ഇതാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ട ചേരുവകൾ. ഓക്കെ, ഇത് വനസ്പതി ഡാൽഡ ഒന്നുമല്ല, ഞാൻ ആ ബീഫിൻ്റെ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സവാള നേരെ പകുതി മാത്രം ആദ്യം ചേർക്കാം. അത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അവിടെ കിടന്ന് വാടുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് ഉപ്പ് ചേർത്ത് ചതച്ചെടുക്കാം. ഇനി ഈ ചതച്ച ചേരുവകൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് ഫ്ലേവേഴ്സ് അങ്ങോട്ട് നഷ്ടപ്പെടുത്താതെ ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇടക്കൊന്ന് അടച്ചു വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ, സോ അത് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഉണക്കമുളക് ഇടിച്ചത്, നല്ലവണ്ണം തന്നെ മണവും ഗുണവുമുള്ള നമ്മുടെ ഗരം മസാലയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും, അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെക്കാം 1/2 മിനിറ്റത്തേക്ക്. അപ്പോൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മുളകിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചും 3/4 മുതൽ 1/2 ടീസ്പൂൺ വരെയും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവം എവിടെയുണ്ടോ അവിടെ ഞാനില്ലാത്ത കഷായം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ കരിവേപ്പില. 3-4 തണ്ടങ്ങോട്ട് ഇരിക്കട്ടില്ലേ അവൻ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 20 സെക്കൻഡ് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ബാക്കി അവിടെ വെച്ചിട്ടുള്ള പകുതി സവാളം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ മീഡിയം ഫ്ലെയിം വരയ്ക്കും നമുക്ക് തീ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഉണക്ക ഇറച്ചി അങ്ങോട്ട് ചേർത്ത് വാട്ടി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വെന്തതിന് ശേഷം തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലും കൂടെ 1/2 മിനിറ്റ് ഒന്ന് വാട്ടാം. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഒരുപാട് ഡ്രൈ വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഈ നേരം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. പക്ഷേ ടോട്ടലി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വേണം എന്നുള്ള കൂട്ടുകാർക്ക് 1 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വാട്ടിയതിന് ശേഷമാണ് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. പിന്നെ വരുത്തേണ്ട മാറ്റം, നമ്മൾ നേരത്തെ സവാള മുഴുവൻ ചേർത്തില്ലല്ലോ, പിന്നീടല്ലേ ചേർക്കാം. ആ സവാള നിങ്ങൾ മുഴുവനായിട്ടും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം ഉടനെ തന്നെ അങ്ങോട്ട് അടച്ചു വെക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് തുറന്നു വെച്ചതിന് ശേഷം നമ്മുടെ സാധാ അലുമിനിയം പാത്രം കൊണ്ട് മാത്രം അടച്ചു വെക്കാം. സോ ദിസ് ഇസ് കാസി ഹിയർ സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ ബൈ.